ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇവിടെ സാരിമറ്റാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ട്രെൻഡായ ഒരു സാധനമാണ് ആഫ്രിക്കൻ ഡിഷ്, നമ്മളെ കസാവ ഫുഫു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൊള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളി വാങ്ങി, അപ്പോൾ ചിക്കൻ കറി വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും കസാവ ഫുഫു ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഒരു മൂത്ത് ഫുള്ള് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ മമ്മൂനൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും, ചിലവർക്ക് അങ്ങനെ തന്നെ തുപ്പിക്കളയും. ആയിരുന്നു നല്ല കൺസിസ്റ്റൻസി കേട്ടോ, നല്ല രസമാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ കൊള്ളി നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൊള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കൊള്ളി മാറ്റാം. അതിനുശേഷം നല്ലോണം കൊള്ളി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കൊള്ളിയെടുത്ത് അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചതിന് ശേഷമാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നിട്ട് ഒന്നും കൂടി ഇട്ട് അരയ്ക്കണം കേട്ടോ. സെക്കൻഡ് ട്രിപ്പ് തൊട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് അരച്ചു രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഭാഗം ശരിയായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം എടുക്കുക, ഗ്യാസുമ്മ വെക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണാണ്ടായ വീഡിയോ ഇവിടെ പോയിന്ന് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി മാറും കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം ചൂടാകുമ്പോൾ കൊള്ളി വെന്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു കുഴയാവും. പിന്നെ ഒരു പ്രത്യേക മാറി ഇത് വരും കേട്ടോ, കൺസിസ്റ്റൻസി മാറും. ഇത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന. സൈഡിൽ നിന്നൊക്കെ ചൂടാവണതിനനുസരിച്ച് ചെറുതായി കളർ മാറുന്നുണ്ട്. ഫുള്ളായിട്ട് മാറിയിട്ടില്ല. കണ്ടില്ലേ, അവിടെ ഒക്കെ ആയിട്ട് ഒരു ചെറിയ പ്യുവർ വൈറ്റ് മാറി വരുന്നുണ്ട്. കണ്ടില്ല, അടിയിൽ നിന്ന് നമുക്ക് നല്ലോണം ചൂടാവണതിനനുസരിച്ച് ഒരു 10-15 മിനിറ്റ് ഒക്കെ നിൽക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കാണ്ട് പരമാവധി നോക്കുക. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കണമായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഈ ഒരു കളർ മാറി അങ്ങനെ ഫുൾ കളറ് മാറി വരും കേട്ടോ. ചെറുതായി കളറ് മാറിയിട്ടുണ്ടല്ലോ ഇതിൽ. അതേപോലെ എല്ലാത്തിൻ്റെയും കളറ് മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവും കേട്ടോ. അപ്പം നമ്മളെ ഫുഫോടെ റെഡിയാവും. അതാണ് പണി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷേ നമുക്കത് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആഫ്രിക്കയിൽ മെയിൻ ഇതായതുകൊണ്ട് നമുക്കിതിനെക്കാട്ടും ടേസ്റ്റ് തോന്നും നമ്മളെ കൊള്ളിയും ചമ്മന്തിയൊക്കെ കഴിക്കണേ. ഇവിടെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷെ മമ്മൂന് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂ ഒരു തരി കഴിച്ചു, അങ്ങനെ തന്നെ എടുത്തു. ചോന് എന്നിട്ട് നെയ്ച്ചോറുണ്ടാക്കി കഴിച്ച്. ഫുഫൊന്നും കഴിച്ചില്ല. ഫുഫുവിന് കണ്ടപ്പോൾ തന്നെ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോയ്ക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തട്ടാണ്, അവിടെ ഇഷ്ടപ്പെട്ടില്ല, അത് കഴിഞ്ഞു. നല്ല രീതിയിൽ ഫുഫു റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കടി പിടിക്കുന്നുള്ള പേടിയിലുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫുഫു. കണ്ടില്ല, അതിൻ്റെ ഒപ്പം നോൺ വെജ് കറിയാണ് മസ്റ്റ്. നോൺ വെജ് കറിയുടെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. മമ്മു അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തൈരെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. മമ്മുനെ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബൈ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.